السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى عباد الله الصالحين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, വിധി നിർണയിക്കുന്ന വിധികർത്താക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുതഅല്ലിം സഹോദരന്മാർ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുബന്ധിച്ചുള്ള എക്സ്പ്ലോറിക്ക എന്ന മഹാസംരംഭത്തിലാണ്. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ സുസന്ദർഭത്തിൽ എനിക്ക് നിർണയിച്ചിരിക്കുന്ന വിഷയം സമൂഹ മാറ്റത്തിൻ്റെ പ്രവാചകീയ മാതൃക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചരിത്രം പഠനവിധേയമാക്കിയ ആധുനിക ബുദ്ധിജീവികൾ അവിടുത്തെ അസാധാരണ വ്യക്തിത്വത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചകനെ കുറിച്ച് എഴുതാൻ ഒരുപാട് പേജുകൾ മാറ്റി നിർത്തതിന്റെ രഹസ്യവും പ്രവാചകന്റെ നിസ്വാർത്ഥമായ സ്വഭാവവും ഗുണങ്ങളും ആണ്. സാമൂഹിക പരിഷ്കർത്താവായി കടന്നു വന്ന പ്രവാചകന്റെ ദർശനവും ജീവിതവും അതുല്യമായ പാഠങ്ങൾ നിറഞ്ഞതാണ്. കഴിഞ്ഞുപോയതും ഇനി വരാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി പഠിപ്പിച്ചു തന്നാണ് അവിടെ നിന്ന് മൺമറഞ്ഞു പോയത്. ഇലാഹി ജീവിത വ്യവസ്ഥയുടെ നിലനിൽപ്പിനും ശരീഅത്തിൽ ദൃഷ്ടാന്തമായ ജീവിത വ്യവസ്ഥയ്ക്കും വിരാമമില്ലാത്ത കഠിന അധ്വാനവും പ്രവർത്തനവും ആയിരുന്നു പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. തന്റെ സമൂഹഗോത്രത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അജ്ഞാനത്തിനും അന്ധവിശ്വാസത്തിനും നിരന്തരമായി സമരം ചെയ്തു. സമൂഹാർത്ഥമായി പ്രയാണം ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ പോലും ആ തിരുപാദങ്ങൾ പതറിയിട്ടില്ല. എങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത്, ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ഒരു മുടി ചെയ്യേണ്ടത് എങ്ങനെയാണ്, തലമുടി എങ്ങനെയാണ് വാരേണ്ടത്, തുപ്പലും തുമ്മലും എങ്ങനെയാണ്, അതൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിന്റെ കർമ്മങ്ങൾ എങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിജ്ഞാന സമ്പത്തോട് മാത്രമേ സാമൂഹിക അവബോധനം സാധ്യമാകൂ എന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുകയും അതിന്റെ പ്രചോദനത്തിന് മുന്നിട്ട് വരികയും ചെയ്തു. അതിലെ തലബൽ ഇൽമു ഫറീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വൽ മുസ്ലിമാത്ത്. ഇൽമ് എന്നുള്ളത് മുസ്ലിമായ സ്ത്രീക്കും പുരുഷനുക്കും നിർബന്ധമാണെന്ന് പഠിപ്പിച്ചു തന്നു. വിജ്ഞാനം സത്യവിശ്വാസിയുടെ നഷ്ടപ്പെട്ടു പോയ ഒരു ചരക്കാണ്. അത് എവിടെ വെച്ച് കണ്ടാലും അതിന്റെ അവകാശം നിങ്ങളാണെന്ന് ലോകത്തിന്റെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു. ഇങ്ങനെ തുടങ്ങിയ വിജ്ഞാന സമ്പത്തോടുള്ള വചനങ്ങൾ എത്രയോ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജനങ്ങളോട് ജീവിച്ച് ഓരോ സന്ദർഭത്തിലും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതായിരുന്നു പ്രവാചകന്റെ രീതിശാസ്ത്രം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഭിക്ഷയായി ഒരാൾ വന്നപ്പോൾ അയാൾക്ക് മൗഖൂട്ട് നൽകി നിങ്ങൾ വിറക് വെട്ടി ജീവിക്കണമെന്ന് കൽപ്പിച്ചു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്ത മാർട്ടിൻ ലിങ്ക് പോലത്തെ ശാസ്ത്രജ്ഞർ അവരുടെ നിസ്വാർത്ഥമായ സ്വഭാവവും ഗുണങ്ങളും കണ്ട് ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഒരിക്കൽ ഫാത്തിമ ബീബിയോട് വന്നിട്ട് ചോദിക്കുന്നില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ ഖുലുഖൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്. എങ്ങനെയാണോ ഖുർആൻ പഠിപ്പിച്ചത്, എങ്ങനെയാണോ ഖുർആനിലുള്ളത്, അത് തന്നെയാണ് നബി തങ്ങളുടെ സ്വഭാവം. അത്രയും നല്ല ഒരു സ്വഭാവമാണ് നമ്മൾ മാതൃകയാക്കി
മാതൃകയാക്കേണ്ടതും നമ്മൾ പിൻപറ്റേണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. കാരണം നമ്മൾ ഇപ്പോൾ എല്ലാവരും പിൻപറ്റുന്നത് ഏതോ സിനിമാ നടികളെയും സിനിമാ താരങ്ങളെയും ക്രിക്കറ്റ് പ്ലേയേഴ്സിനെയും ഫുട്ബോൾ കളികളെയും. അവർ എന്തിനാണ് നമ്മൾ അവരെ പിൻപറ്റുന്നത്? അവരെ മറ്റു കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിക്കുന്നില്ല. പക്ഷേ അവൻ ദാനം ചെയ്തു, അവൻ ഇത്ര കാശുകൾ കൊടുത്തു, അവൻ ആരോഗ്യത്തിന് ഇത് ചെയ്തു എന്ന് ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാമിൽ കുറച്ചും കണ്ണുനീര് വന്നാൽ നിങ്ങൾ അയാൾ കരഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിങ്ങൾ പിൻപറ്റേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ രാത്രികൾ കരഞ്ഞുകൊണ്ട് നമ്മുടെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി കരഞ്ഞു ദുആ ചെയ്ത് നിങ്ങൾക്കറിയില്ലേ? എത്ര ഹദീസുകളാണ് നമ്മുടെ കിതാബുകളിൽ ഉള്ളത്. അതിനെ നിങ്ങൾ മനസ്സിലാക്കാതെ ഏതോ നടികളെയും ഏതോ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് പ്ലെയർമാരെയും നിങ്ങൾ പിൻപറ്റേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടി മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂ. ഇടീ ജീവിതം നമ്മുടെ അനുയായികൾക്കാണ്, ഉമ്മത്തിങ്ങൾക്കാണ് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ ചോദ്യത്തും എന്തെങ്കിലും ചോദിച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ തങ്ങളെ എന്ന് ചോദിച്ചാൽ, തങ്ങൾ സ്വന്തമായി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി, എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് ശഫാഅത്ത് വേണം, എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് സ്വർഗം കൊടുക്കണം, ഒരു സ്വലാത്ത് പറഞ്ഞാൽ ഇത്ര കൂലി നിങ്ങൾ നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും നമ്മളെ സ്നേഹിച്ചു, നമ്മൾ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ചു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് ആവാൻ ആഗ്രഹിച്ച എത്ര നബിമാരാണ്. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാക്കാൻ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണം നടത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദന്മാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, ഇന്ന് ഞാനിവിടെ ഓൺലൈനിൽ വിളയാടുന്ന യുവ സമൂഹത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സമൂഹം വലിയ മാറ്റം സംഭവിച്ച കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പഴയ കാലങ്ങളിൽ ഒരു തറവാടും അതിലൊരുപാട് കുടുംബങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് അണുകുടുംബാവസ്ഥയിലേക്ക് കാലം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ മക്കളോട് ഹൃദയം തുറന്ന് സംസാരിക്കാറില്ല, അവരുടെ വിശേഷങ്ങൾ കേട്ടിരിക്കാറുമില്ല. എന്തെങ്കിലും സംസാരിച്ചാലോ അതവരുടെ പഠനത്തിനെ കുറിച്ചോ മാർക്കിനെ കുറിച്ചോ റാങ്കിനെ കുറിച്ചോ മാത്രമായിരിക്കാം. മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ സമയമില്ലാതെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർക്ക് ഭൗതിക ആഡംബരങ്ങളെ വാങ്ങിച്ചു കൊടുക്കുന്നു, സംവിധാനിച്ചു കൊടുക്കുന്നു. എന്ന് മാത്രമല്ല, കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളതിനെ വലിയ അഭിമാനമായി കാണുന്ന രക്ഷിതാക്കൾ വരെ നമ്മുടെ സമുദായത്തിൽ വളർന്നു വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, അറിഞ്ഞോ അറിയാതെയോ സ്വന്തം തെറ്റ് ചെയ്യാൻ വീട്ടുകാർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും അത്തരത്തിലുള്ള മാതാപിതാക്കൾ ആ കുട്ടിയെ നാശത്തിലേക്കാണ് തള്ളിവിടുന്നത്. കാരണം ഇന്ന് സമുദായത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക അരുതായ്മകൾക്കും മൊബൈൽ ഫോൺ വലിയ പ്രതിസ്ഥാനത്താണ്. അതുകൊണ്ട് യാതൊരു വശാലും കുട്ടികൾക്ക് മൊബൈൽ ഫോണോ വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല. 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളും സ്വപ്നലോകത്താണ് ജീവിക്കുന്നത്. അവർക്ക് സങ്കല്പമെന്ത് യാഥാർത്ഥ്യമെന്തെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ആ കുട്ടികൾ ഉണ്ടാവുകയില്ല. അത് കാരണം അവർ ഇന്റർനെറ്റിലേറെ സമയം ചെലവിടാനുള്ള സാഹചര്യങ്ങൾ കുട്ടികളിൽ വളരുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഏറെ ഇവിടെ പ്രസക്തമാകുന്നത്. മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദ അലാ ഫിത്രത്തിൻ ഫബവാഹു യുഹവ്വിദാനിഹി ഔ യുൻസറാനിഹി ഔ യുമജ്ജസാനിഹി. എന്തും സ്വീകരിക്കുന്ന നിഷ്കളങ്കമായ മനസ്സോടുകൂടിയാണ് എല്ലാ കുഞ്ഞുങ്ങളും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. അവരെ എല്ലാ അസത്യത്തിലേക്കും അധാർമികത്തിലേക്കും ചെല്ലിവിടുന്നത് അവരുടെ രക്ഷിതാക്കളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. കുട്ടികൾക്ക് കമ്പ്യൂട്ടറും മൊബൈൽ ഫോൺ അനുവദിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ ശരിക്കും അപകടമാണ് ക്ഷണിച്ചു വരുത്തുന്നത്. കാരണം ഇന്ന് സമുദായത്തിൽ ഒട്ടുമുക്ക എന്തൊക്കെ നടക്കുന്നുണ്ട്. അതിയെ അത്രേ കുട്ടികൾ അശ്ലീലതകൾക്ക് അടിമയായി മാറും. പിന്നെ മറ്റു കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള താല്പര്യം വരെ, അല്ലെങ്കിൽ സ്ത്രീകളുടെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാനും പഠിത്തത്തിൽ താല്പര്യമില്ലായ്മ, ഇങ്ങനെ തുടങ്ങിയ അക്രമമോശനം ഇവരിലേറെ പ്രകടമാകാൻ തുടങ്ങുന്നുണ്ട്. ഇന്റർനെറ്റിൽ അപരിചിത
എതിരോടുമച്ചാട്ടുമായി അവരോട് ഇടകലർന്ന് ധാരാളം ചതുകുഴിയിൽ വീണുപോയ നമ്മുടെ സമുദായത്തിന് യുവാക്കൾ എത്രയാണുള്ളത്. ചിലപ്പോൾ സഹപാഠികളുടെ പ്രേരണയിലൂടെ ആദ്യം ഓൺലൈൻ ഗെയിമുകൾ അടക്കമുള്ള എല്ലാ അശ്ലീല നാശത്തിലേക്ക് ചെന്നെത്തുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഓരോരുത്തരുടെ മതബോധം അവന്റെ കൂട്ടുകാരനുസരിച്ചിട്ടാണ്. അവൻ ആരെയാണോ കൂട്ടുകേട്ടേണ്ടത് ഓരോരുത്തരും ആലോചിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മാതൃകയുള്ള ജീവിതം നമ്മുടെ ജീവിതമാകണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിനൊക്കെ വിട. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ സുന്ദര നിമിഷത്തിൽ ഈ ഭവ്യവേദിയിൽ മൂല്യങ്ങളില്ലാത്ത ആധുനിക വിദ്യാഭ്യാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. നാം എപ്പോഴും കേൾക്കാനുള്ള ഒരു പയം ചൊല്ലാണ്. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമാണ് ഈ വരികൾ വ്യക്തമാക്കുന്നത്. ധനമെന്നാൽ പണമെന്നാണല്ലോ അർത്ഥം. നമ്മുടെ സ്വത്തും സമ്പത്തും ഒരു കള്ളന് മോഷ്ടിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ വിദ്യ ആർക്കും മോഷ്ടിക്കാൻ സാധിക്കൂല. ഒരു മനുഷ്യൻ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ തന്നെ അവൻ അറിവ് നേടി വരികയാണ്. ആദ്യക്ഷരം പഠിപ്പിക്കുന്ന മാതാവിൽ നിന്നും പ്രകൃതിയിൽ നിന്നെല്ലാം അവൻ അറിവ് നേടുന്നു. ഒരു മനുഷ്യനെ ഉത്തമ വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി മാറ്റുന്നത് വിദ്യാഭ്യാസമാണ്. ശേഷം അവൻ അധ്യാപകരിൽ നിന്നും വിദ്യയുടെ മധുരം നുകരാൻ തുടരുന്നു. ശേഷം അവൻ സംസ്കാരവും സാമൂഹ്യ ബോധവും നേടിയെടുക്കാനാണ് കലാലയങ്ങളിൽ നിന്ന് പടിയിറങ്ങുന്നത്. പക്ഷേ നാം മനസ്സിലാക്കണം, നിലവിലെ സാഹചര്യത്തിലെ നമ്മുടെ കുട്ടികൾ സ്കൂൾ കോളേജുകളിൽ സംസ്കാരവും മാന്യതയും സാമൂഹ്യ ബോധവും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിന്റെയും സ്വാർത്ഥ താല്പര്യത്തിന്റെയും മതത്തിന്റെയും പേരിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വർഗീയതയും വിദ്വേഷവും മതനിരാസവും വളർത്തുന്ന കേന്ദ്രങ്ങളായി പല സ്ഥാപനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ഫാസിസമിന്റെ നിലനിൽപ്പിന് വേണ്ടി ചരിത്രബോധമോ പൗരബോധമോ ഇല്ലാത്ത ഒരു യുവതലമുറയെ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ മഹത്വങ്ങൾ കുറഞ്ഞു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കാം. സ്കൂളിൽ പഠിക്കുന്ന ഒരു 2ാം കാരന്റെ പുസ്തകത്തിൽ വെളുത്തവനെ ഫേർ എന്നും കറുത്തവൻ അഗ്ലി എന്നും ചിത്രീകരിച്ചുകൊണ്ട് വളർന്നു വരുന്ന പിഞ്ചോമന മനസ്സുകളിൽ ഹൃദയങ്ങളിൽ നിറക്കുന്ന മതത്തിന്റെയും നിറത്തിന്റെയും രാഷ്ട്രീയമാണ് ഭാവി തലമുറയെ ചതിക്കുഴികളിലേക്ക് തള്ളുന്നത്. ഈ രീതി മുന്നോട്ട് പോയാൽ ഭാവി തലമുറ സമുദായത്തിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളായി മാറുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെയെല്ലാം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ മൂല്യം ദിനേന ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഞങ്ങൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ നയം രാഷ്ട്രീയത്തിന്റെ ഐക്യതയും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന വിധത്തിലായിരിക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ധീരന്മാരുടെ ചരിത്രവും ത്യാഗങ്ങളും ജാതിപതഭേദവും എന്നെ ഇവിടെ പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തണം. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതവിദ്യാഭ്യാസം. പേരിന് മാത്രം സ്വന്തം മക്കളെ മദ്രസയിൽ പറഞ്ഞയക്കുകയും സ്കൂൾ ബസിന്റെ ഹോർൺ മുഴങ്ങുമ്പോൾ മദ്രസ വിട്ടിറങ്ങുന്ന മക്കളും അതിന് ശുപാർശ ചെയ്തു കൊടുക്കുന്ന രക്ഷിതാക്കളും യഥാർത്ഥത്തിലെ അമൂല്യമായ ദീനീ വിദ്യാഭ്യാസത്തിന്റെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഷാഫി മദ്ഹബിലെ കിരീടം വെക്കാത്ത രാജാവായിരുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ മിൻഹാജിൽ പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലിത് ത്വാഅത്ത്. മതപഠനം എന്ന് പറയുന്നത് അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമലുകളാണ്. തുടർന്ന് വായിക്കട്ടെ, അമൂല്യമായ സമയം ചെലവഴിക്കാൻ ഏറ്റവും നല്ലത് അത് അറിവ് അന്വേഷണത്തിന് വേണ്ടിയാണ്. ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ പോരായ്മകളാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ബഹുഭൂരി അനാചാരങ്ങളുടെയും അനാവശ്യങ്ങളുടെയും അടിസ്ഥാനം. ധാർമ്മിക വിദ്യാഭ്യാസം നയിക്കാതെ കാരണം കൊണ്ട് നമ്മുടെ കുട്ടികൾ യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും ലിബറൽ ചിന്തകളിലേക്കും ഒഴുകിപ്പോകുന്നു. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടപെടേണ്ട മതവിധികൾ മറ്റും അറിയാതെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ ഹറാമായ നിഷിദ്ധമായ പ്രണയത്തിന്റെയും മറ്റും തെറ്റായ ചിന്തകളിൽ ഒഴുകിപ്പോകുന്നു. നമ്മൾ മനസ്സിലാക്കണം, ലഹരിയുടെ മഹാവിപത്ത് കൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ കൗമാരക്കാർ, നമ്മുടെ യുവാക്കൾ അവർ കല്ലിനും കഞ്ചാവിനും അടിമപ്പെട്ടുകൊണ്ട് ഭ്രാന്തന്മാരെ പോലെ ജീവിച്ചു തീർക്കുന്നു. അവിടെയാണ് ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഏറെ പ്രസക്തമാകുന്നത്. തലബുൽ ഇൽമി
ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. അറിവ് നേടുക എന്നുള്ളത് ഏതൊരു മുസ്ലിമിന്റെയും ഏതൊരു മുസ്ലിം സ്ത്രീയുടെയും പുരുഷന്റെയും ബാധ്യതയാണ് എന്ന് ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഏറെ മൂല്യമുള്ളതാകാൻ നാം എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. എക്സ്പ്ലോറിക എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഇവിടുത്തെ മുതഅല്ലിമീങ്ങളുടെ കലാസാഹിത്യ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നതായ ഈ ഒരു സന്ദർഭത്തിൽ സമൂഹമാറ്റത്തിന്റെ പ്രവാചകീയ മാതൃകം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, മനുഷ്യൻ ജന്മന ആധിപത്യ സ്വഭാവമുള്ളവനാണ്. മറ്റുള്ളവരുടെ മേൽ എങ്ങനെയെങ്കിലും അധികാരം സ്ഥാപിക്കണം, ജീവിക്കുന്ന കാലമത്രയും സുഖിച്ചും മാറുമാതിച്ചും ജീവിക്കണം എന്ന് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അധികാരം നേടാനും സുഖം പ്രാപിക്കാനും ധാരാളം സമ്പത്ത് വേണം. അധികാരത്തോടും സുഖത്തോടുമുള്ള താല്പര്യം കൂടുന്തോറും ധനത്തോടുമുള്ള താല്പര്യം കൂടുകയാണ്. അങ്ങനെ മനുഷ്യൻ ധനം സമ്പാദിക്കാനായി ഏത് വൃത്തികെട്ട പ്രവർത്തനവും ചെയ്തു എന്ന് വരാം. അത് ചിലപ്പോൾ പലിശയായിരിക്കാം, ചിലപ്പോൾ ജൂതാട്ടമായിരിക്കാം, എന്തിലേറെ പറയണം വേശ്യാവൃത്തി വരെ മനുഷ്യൻ ധനം മോഹിച്ചുകൊണ്ട് ചെയ്തു എന്ന് വരാം. പ്രിയമുള്ള സഹോദരന്മാരെ, മനുഷ്യന്റെ ഈ അധികാരത്തോടും സുഖത്തോടുമുള്ള താല്പര്യത്തെ ഒതുക്കി വെക്കാൻ ഈ ഭൗതിക ശാസ്ത്രങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. അവയെല്ലാം മനുഷ്യന്റെ മോഹങ്ങളുടെ മുമ്പിൽ തലകുണിക്കുന്ന രംഗമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പ്രിയമുള്ള സഹോദരന്മാരെ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സാധിച്ചതായ ആത്മീയ വിപ്ലവത്തിന്റെയും സാമൂഹ്യ വിവേചനത്തിന്റെയും പ്രസക്തിയും പ്രാധാന്യവും നാം അത്ഭുതത്തോടെ കാണേണ്ടത്. മരുഭൂമിവാസികളായ ഒരു നാടോടി സമൂഹത്തെ ഒരു പരിശുദ്ധമായ ഒരു വിശ്വാസ പ്രമാണത്തിൽ പ്രചോദിതരാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കേവലം 23 വർഷത്തിന്റെ പ്രബോധന കാലയളവിൽ രൂപപ്പെടുത്തിയെടുത്തു. പ്രിയമുള്ള സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് പൂജാതരാകുന്ന കാലഘട്ടം ഞങ്ങൾ ചിന്തിച്ചു നോക്കണം. അതേ വാർവൈൻ വുമൻ, കള്ളിന്റെയും പെണ്ണിന്റെയും യുദ്ധത്തിന്റെയും കോലാഹലങ്ങളും മാത്രം ജീവിത ലക്ഷ്യമായി കണ്ടുകൊണ്ടിരുന്നതായ ഒരു സമൂഹം, കരിങ്കട്ടകളായ ഹൃദയത്തിന്റെ ഉടമകളായി ഇരുന്നതായ ഒരു സമൂഹത്തിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മാറ്റിയെടുത്തത്. ഒന്നടങ്കം മാറ്റിയെടുക്കുകയാണ്. ഒന്നടങ്കം വിശാല ഹൃദയരും സ്നേഹവും സൗഹാർദ്ദവും സഹകരണവുമുള്ള ഒരു സമൂഹമാക്കി നബി തങ്ങൾ മാറ്റിയെടുക്കുകയാണ്. പരമാധികാരിയായ അല്ലാഹുവിന്റെ മുന്നിൽ സർവ്വ മനുഷ്യന്മാരും സമന്മാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ അവിടുന്ന് മനുഷ്യന്റെ അധികാരമോഹവും സുഖത്തിന്റെ മോഹവും അവിടുന്ന് പാടെ നശിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അതെ അല്ലാഹുവിന്റെ പ്രതിനിധികളായിട്ടാണ് മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ സ്വഭാവങ്ങളായ സ്നേഹവും കാരുണ്യവും വിട്ടുവീഴ്ചയും തുടങ്ങിയ എല്ലാ സ്വഭാവങ്ങളും അല്ലാഹുവിന്റെ പ്രതിനിധികളായ മനുഷ്യരിലും ഉണ്ടാവണമെന്ന് നബി തങ്ങൾ ഉദ്ബോധനം ചെയ്തു. തഖല്ലഖൂ ബി അഖ്ലാഖില്ല. ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ സന്ദേശം കൈമാറിയപ്പോൾ അന്നത്തെ കഠിന ഹൃദയമുള്ളവർ വരെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കണ്ടാൽ കൊല്ലാൻ മുതിരുന്നതായ ശത്രുക്കൾ വരെ മിത്രങ്ങളായി മാറി. അതേ ഊരിപ്പിടിച്ച വാളുമായി വന്ന ജനങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ മെമ്പറാക്കി. നിസ്സാര പ്രശ്നത്തിന്റെ മേൽ കാലങ്ങളോളം കലഹിച്ചിരുന്നതായ ഔസ് ഖസ്റജ് അടക്കമുള്ള ഗോത്രങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹോദരങ്ങളാക്കി മാറ്റി. തകർന്നടിഞ്ഞിരുന്നതായ കുടുംബ ബന്ധങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചേർത്തു. പിണഞ്ഞു നടന്നിരുന്നതായ ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിൽ സാഹോദര്യം ഊട്ടിയുറപ്പിച്ചു. കള്ളിന്റെയും പെണ്ണിന്റെയും ദാസന്മാരായിരുന്നതായ ഒരു സമൂഹത്തെ പൂർണ്ണമായും മദ്യനിരോധനത്തിലൂടെ ഒരു ഉത്തമ സമുദായമാക്കി നബി തങ്ങൾ മാറ്റിയെടുത്തു. അല്ലാഹു തആല തന്നെ പറയുന്നു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്റജത് ലിന്നാസ്, നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുകയുണ്ടായി. പ്രിയമുള്ള സഹോദരന്മാരെ, അവസാനമായി പറയാനുള്ളത്, സംസ്കാര ശൂന്യതയുടെ ആഴക്കടലിൽ ഉണ്ടായിരുന്നതായ ഒരു സമൂഹത്തെ സംസ്കാര പൂർണ്ണതയുടെ ശിഖരത്തിലേക്ക് എത്തിച്ചതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളോളം മാതൃകമായ ഒരു നേതാവിനെ ഈ ലോകം കാണാൻ സാധിക്കുകയില്ല. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവാദരണീയരായ ഉസ്താദന്മാർ, വിധികർത്താക്കൾ, അതുപോലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾ, എക്സ്പ്ലോറിക എന്ന ഈ മഹാകലാവേദിയുടെ വേദിയിൽ നിങ്ങൾക്ക് മുന്നിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഖുർആനിന്റെ പരിഹാരം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് 1-2 വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാദൻ തുണയട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നവലോകത്തെ സമ്പത്തുള്ളവൻ പൂർവോപരി കൊഴുത്തു വീർക്കുകയും പാവപ്പെട്ടവൻ ദരിദ്രത്തിന്റെ പടുംകുഴിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ സാമ്പത്തിക ക്രമം സമൂഹത്തിൽ അസമത്വം പുലർത്തും വിധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ലോകത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാകണമെങ്കിൽ സാമ്പത്തിക ക്രമങ്ങളിലും ഇടപാടുകളിലും ശക്തമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. ദരിദ്രനെ പിന്നെയും ദരിദ്രനാക്കുന്ന, സാമ്പത്തുള്ളവനെ പിന്നെയും പാവപ്പെട്ടവനാക്കുന്ന, സമ്പത്തുള്ളവനെ പിന്നെയും സമ്പത്തുള്ളവനാക്കുന്ന ഈ ആധുനിക സാമ്പത്തിക വ്യവസ്ഥക്ക് ആ മാറ്റം ഒരിക്കലും സാധ്യമല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥ അത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന് വലിയ ഒരു പാഠമാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ 3-ാമത്തേതായ ഇസ്ലാമിക സാമ്പത്തിക സക്കാത്ത് അത് സമുദായത്തിൽ അവശത അനുഭവിക്കുന്നവരുടേതടക്കം വിവിധങ്ങളായ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പ്രധാന സംവിധാനം കൂടിയാണ്. ദരിദ്രർക്കും സമ്പന്നർക്കും ഇടയിലുള്ള വിടവും വ്യത്യാസവും പരമാവധി കുറച്ചു കൊണ്ടുവരാനുള്ള പ്രധാന ഉപാധിയായി മതം മുന്നോട്ട് വെക്കുന്ന പ്രധാന പദ്ധതിയാണ് സക്കാത്ത്. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അവരുടെ സമ്പത്തുകളിൽ നിന്ന് നിങ്ങൾ സദഖ ഈടാക്കുക, അതുകൊണ്ട് അവരെ നിങ്ങൾ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക. സക്കാത്ത് സമ്പത്തിനിക്ക് അഭിവൃദ്ധി ഉണ്ടാക്കി തീർക്കുന്നു എന്നാണ് ഖുർആനിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, മനുഷ്യനിർമ്മിത സമ്പദ് വ്യവസ്ഥകളെല്ലാം പരാജയമെന്നാണ് കാലം തെളിയിക്കുന്ന തൊഴിലില്ലായ്മയും ഉൽപാദനക്കുറവും വിലക്കയറ്റവും തുടങ്ങിയ എല്ലാം ആ യാഥാർത്ഥ്യത്തെയാണ് മനസ്സിലാക്കി തരുന്നത്. ഇവിടെയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പ്രസക്തമായ ഇസ്ലാമിക് സമ്പദ് വ്യവസ്ഥ പ്രസക്തമാകുന്നത്. സാമ്പത്തിക രംഗത്തെ പിടിച്ചു കുലുക്കുന്ന പലിശ, അനീതി, അക്രമം, ജൂതാട്ടം, അന്യവന്റെ സ്വത്ത് അന്യായമായി ഭക്ഷിക്കൽ തുടങ്ങിയ എല്ലാ സാമ്പത്തിക വിരോധങ്ങളെയും ഖുർആൻ തളച്ചിടുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താനി ഫജ്തനിബൂഹ്. മദ്യവും ജൂതാട്ടവും ഇബ്ലീസിന്റെ ദുർവൃത്തികളാണ്. സമുദായമേ, നിങ്ങൾ അതിൽ നിന്നെല്ലാം മാറി നിൽക്കണം. പകരം സാമ്പത്തിക രംഗത്തെ വളർത്തുന്ന നീതിയുക്തമായ കച്ചവടം, പൊതുസ്വത്തുക്കളും സ്വകാര്യ സ്വത്തുക്കളുടെയും സംരക്ഷണം, സ്വതക്ക പോലത്തെ ദാനധർമ്മങ്ങൾ, വഖഫ്, അനന്തരാവകാശം പോലത്തെ മാനുഷിക സാമൂഹിക താൽപര്യങ്ങൾ, ഇവകളെല്ലാം നിങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഇസ്ലാമിക സാമ്പത്തിക ക്രമത്തിൽ നിങ്ങൾ ഇടപാടുകൾ ചെയ്യുക. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥക്കുള്ള അംഗീകാരമാണ് ഇന്ന് ലോകമെമ്പാടും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് വികസിത രാജ്യങ്ങളിൽ പോലും പഠിക്കുന്നുണ്ട് എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമയത്തിന്റെ അപാകതകൾ ഉള്ളതുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരരെ, അതേയോട് നിറഞ്ഞു കൊടുക്കുന്ന എല്ലാ ഉസ്താദുമാരെ, നമുക്ക് തന്നെ അറിയാം, ഈ കാലഘട്ടത്തിൽ എല്ലാത്തിലേക്കും ഓൺലൈനിലാണ് എല്ലാ ചെറുപ്പക്കാരും. അവരുടെ ജീവിതം തന്നെ ഓൺലൈനോടെ ആയിപ്പോയി. കാരണം ഓൺലൈനിലൂടെ തന്നെയാണല്ലോ ഇപ്പോൾ എല്ലാം പഠിക്കുന്നത് പോലെ ഓൺലൈനോടെ ആയിപ്പോയി. കാലഘട്ടങ്ങളിൽ മാറിയ പോലെ തന്നെയല്ലേ തലമാറുകളും മാറിയ പോലെ കാലഘട്ടങ്ങൾ മാറി. ഓ സഹോദരരെ, ഞങ്ങൾ ആലോചിച്ചു നോക്കണം. ചെറിയ കുട്ടികളാണ് ക്യാൻസറിലേക്ക്
പിടിപിടിച്ചത്. ആ സന്ദർഭത്തിലാണ് ചോദിച്ചു നോക്കിയോ, എന്തിനാണ് ഈ ചെറിയ ചെറിയ കുട്ടികൾ ക്യാൻസറിലേക്ക് പിടിപിടിച്ചത്, ബ്രെയിൻ ട്യൂമറിലേക്ക് പിടിപിടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടികൾ തന്നെയാണ്. അവരുടെ ഉപ്പ ഉമ്മ വന്ന് ഹോസ്പിറ്റലോട് ചോദിക്കുമ്പോൾ എല്ലാവരും അവർ പറയുന്നു, ഈ ചെറിയ കുട്ടി ഇത്തരത്തിലുള്ള ക്യാൻസർ പിടിപിടിക്കാനുള്ള കാരണം എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവരുടെ മാതാപിതാവ് പറയുന്നു, അദ്ദേഹം എപ്പോൾ മൊബൈലിനോടെയാണ് കളിക്കുന്നത്. എന്തിനാണ് മൊബൈലിനോട് കളിക്കാൻ പാടില്ലെന്നല്ല, ആവശ്യമില്ലാതെ ഒന്ന് ചെയ്യാൻ പാടില്ല. ഏത് മൊബൈലിൽ ഏത് ഗെയിമുകളായെങ്കിൽ നിന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെ തകർത്താൻ വേണ്ടി നോക്കുന്നതെന്ന് ഉറപ്പാണ്. കാരണം എന്താണെന്നറിയുമോ? കണ്ടില്ലേ, അതേ എല്ലാ മനുഷ്യന്റെ ഫ്രീ ഫയർ ആയെങ്കിൽ പബ്ജി ആയെങ്കിൽ മനുഷ്യന്റെ എല്ലാ ഭാഗങ്ങളിലെ ഒരു വ്യക്തി തന്നെ കൊല്ലാൻ മതി. തോറ്റ ഒരു വ്യക്തി, ജയിച്ച ഒരു വ്യക്തി തോറ്റ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ മേലെ കല്ല് വരച്ചെറിഞ്ഞ് കൊന്നുവിട്ടത് കാരണം എന്താണെന്നറിയുമോ? നീ ചെയ്ത കാരണമാണ്. ഉപ്പമാരെ ഉമ്മമാരെ, നിങ്ങളെ വീട്ടിലുള്ള പൂച്ചയെ വളർത്താൻ നിമക്കറിയും, പ്രാണികളുടെ വളർത്താൻ നിമക്കറിയും. ഇത്തരത്തോളം നിങ്ങളുടെ മക്കളെ എങ്ങനെ വളർത്തുന്നത് നിമക്കറിഞ്ഞില്ലേ? നിങ്ങളുടെ മക്കളല്ലേ ആ മക്കൾ 24 ഒരു ഓൺലൈനോടെ ജീവിച്ച് അവർക്ക് ഒരു നിസ്കാരമില്ലാത്ത സന്ദർഭത്തില് മകൻ ഓൺലൈനിൽ ക്ലാസ് കേൾക്കുന്നു. എന്ത് ക്ലാസ്സാ കേൾക്കുന്നത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? കാരണം എന്താണെന്ന് അറിയുമോ? ഓൺലൈനുള്ള എല്ലാ ആപ്പുകൾ നമുക്ക് ഉപയോഗിക്കേണ്ട ആപ്പുകളല്ല, എല്ലാ സൈറ്റുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതല്ല, എല്ലാ ഹലാലായ ആപ്പുകളല്ല. ഏത് ആപ്പുകളല്ലാണ് നമുക്കറിയാം, നല്ല നല്ല കിതാബുകൾ വരുന്ന ആപ്പായിരിക്കും. പക്ഷേ അതിന്റെ ഓപ്പോസിറ്റായി ഒരു നന്മയുള്ള പോലെ അതിന്റെ പോലെ തിന്മയുണ്ട്. മനുഷ്യൻ ഏത് സന്ദർഭത്തിലാണ് തിരിയുന്നതെന്ന് പറയാൻ പോലും സാധ്യമില്ലാത്ത കാലഘട്ടത്തില് മക്കളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നവരെ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട വിഷയമാണ്. നിങ്ങളുടെ മക്കൾ കൈവിട്ട ഉടനെ എന്റെ മക്കൾ എന്നെ നോക്കുന്നില്ല. കാരണം എന്താണെന്നറിയുമോ? മൊബൈലിനോട് എഡിറ്റായി പോയത്. അതേ കാണുന്നില്ലേ, കേരളത്തിലുള്ള ആ ടൊപ്പി എന്നുള്ള യുവാവ് എന്താ പറ്റിയത്? ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് മൊബൈൽ കൊടുത്തു. പിറാതമാരെ പോലെ അദ്ദേഹം വീഴം ചെയ്യുന്നു. എന്തെന്താ വീഴം ചെയ്യുന്നത്? എന്തെന്ത് പരച്ചൽ പറയുന്നത്? എല്ലാത്തിനും കാരണം നിങ്ങളാണ്. മൊബൈൽ കൊടുക്കുന്ന സന്ദർഭത്തില് ನನ್ನ മകളെ ഏത് സന്ദർഭത്തിലാണ് മൊബൈൽ കൊടുക്കേണ്ടത് എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് പറഞ്ഞ് ഇത്ര പറഞ്ഞ് എന്റെ വാക്കിനെ അവസാനിപ്പിക്കാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.